ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടും. കാരണം അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ജില്ലയിലെ ഒരു സുപ്രധാനമായ നേതാവാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മറ്റൊരു CPM നേതാവാണ് ജയിലിലുള്ളത്. അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ട് കോടതിയുടെ മുൻപേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അവർ ജയിലിലാണ്. പക്ഷെ CPM എതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. CPM സെക്രട്ടറി പറയുന്ന ഒരു നടപടിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന നേതാക്കൾക്കെതിരായി നടപടിയെടുക്കില്ല എന്നുള്ള CPMന്റെ നിലപാട് കണ്ട് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? നടപടിയെടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നടപടിയെടുത്താൽ അവർ കൂടുതൽ നേതാക്കന്മാരെ കുറിച്ച് മൊഴി കൊടുക്കുമോ എന്നുള്ള ഭയമാണ്. ഭയന്നാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി ഭരിക്കുന്നത് ഭയമാണ്. അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആളുകളെ ഭയമാണ്. അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ പറയുമോ എന്നുള്ള ഭയമാണ്. എന്തായാലും കോടതി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നത്. ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ശബരിമലയിലെ സ്വർണം കവർന്നത് എന്നായിരുന്നു CPMന്റെ ഭാഷ്യം. ഞങ്ങൾ പറഞ്ഞത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്ക് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. മാത്രമല്ല, ആദ്യം ഈ കളവ് 2019 നടന്നു. ഇതാരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ 2024 വീണ്ടും ആ കളവ് നടത്താൻ ഉള്ള ശ്രമത്തെയാണ് കോടതി തടഞ്ഞത് എന്നുള്ള വ്യക്തമാണ്. സ്വന്തം ആളുകളെ സംരക്ഷിക്കാൻ ഈ ശബരിമലയിലെ സ്വർണം കവർന്ന ആളുകൾക്ക് പോലും രാഷ്ട്രീയ അഭയം നൽകുന്ന പാർട്ടിയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇപ്പോൾ ഒരു DYSPയെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ. എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള ഗൗരവതരമായ ആരോപണം? അയാൾ കൈക്കൂലി വാങ്ങിച്ചുവെന്നും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തു എന്നുള്ളതാണ്, പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട്. അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് DYSP. പക്ഷേ അയാൾക്കെതിരായിട്ടൊരു FIR ഇട്ടിട്ടില്ല. കാരണം അയാൾ CPMന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരായിട്ട്, അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ മൊഴിയുണ്ട്. അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് FIR എടുക്കാതിരിക്കുകയാണ്. വേറൊരു CI ആത്മഹത്യ ചെയ്ത കേസാണ്. അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല, FIR എടുക്കുന്നില്ല, സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകൾ. ഇപ്പോൾ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സജിൻ ദേവ് MLAയും KSRTCയിൽ ഡ്രൈവറുമായി സംഘർഷം ഉണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ടാണ്, എല്ലാവരും അറിഞ്ഞതാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും പ്രതികളല്ല, അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. എന്നിട്ട് KSRTC ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവും. പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്ജ്വലമായ തിരിച്ചുവരവുണ്ടാവും. ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം UDF ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.